രാവിലെ എണീറ്റ് നമ്മുടെ കിച്ചണിലേക്കാണ് മെല്ലെ വന്നത്. അതിനുശേഷം നമ്മുടെ ഫ്രിഡ്ജിൽ ഇരുന്ന് പാലൊക്കെ എടുത്തൊന്ന് മെൽറ്റ് ആവാനായിട്ട് വെള്ളത്തിലിട്ട്. ഒരുപാട് നാളുകൾക്ക് ശേഷം നൈറ്റിയാണ് ഇന്ന് ഞാൻ യൂസ് ചെയ്തേക്കുന്നത്. നൈറ്റി അങ്ങനെ വീട്ടിൽ നിൽക്കുമ്പോൾ ഉപയോഗിക്കാറേ ഇല്ല, കുറേ നാളായി നൈറ്റി ഉപയോഗിച്ചിട്ട്. ഇന്നൊരാഗ്രഹം കൊണ്ട് നൈറ്റി എടുത്തിട്ടു. അതിനുശേഷം നമ്മുടെ മാവ് ആട്ടി വെച്ചിട്ടുണ്ടായിരുന്നു, അതിലേക്ക് കുറച്ച് കടലപ്പൊടിയൊക്കെ ഇട്ടു. അപ്പോൾ നിങ്ങൾ വിചാരിക്കും കടലപ്പൊടി എന്തിനാണ് ഇടുന്നതെന്നില്ലേ? അപ്പോൾ കടലപ്പൊടി ഇടുന്നത് നമ്മുടെ ഇന്ന് നെയ് റോസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയാണ്. മസാല ദോശ ഉണ്ടാക്കാമെന്നൊക്കെ വിചാരിച്ചതാണ്. മസാല ദോശയ്ക്ക് മസാല ഉണ്ടാക്കാനുള്ള സാധനങ്ങളൊന്നും വാങ്ങിക്കാണ്ട് നെയ് റോസ്റ്റ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മുടെ തവ അടുപ്പിലേക്ക് വെക്കാനായിട്ട് എടുത്തു. തവയിൽ ഇത് മസാല ദോശയും നെയ് റോസ്റ്റും ഉണ്ടാക്കാൻ മാത്രം വാങ്ങിച്ച തവയാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ ചട്നിയും റെഡിയാക്കി ഞാൻ പെട്ടെന്ന് തന്നെ. ചട്നി ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് ചൂടോടെ നല്ല നെയ് റോസ്റ്റ് അതിനകത്ത് മുക്കി കഴിക്കാം. അങ്ങനെ നമ്മുടെ ചെറിയ ചീനച്ചട്ടിയൊക്കെ അടുപ്പേ വെച്ച് അതിലേക്ക് എണ്ണയൊഴിച്ച് കടുകൊക്കെ പൊട്ടിച്ചു. കടുക് ഇങ്ങനെ പടപടാ പൊട്ടുന്ന നേരത്ത് നമ്മുടെ കൊച്ചുള്ളി അതിനകത്തേക്ക് ഇട്ട് കൊച്ചുള്ളി ഇട്ട് മൂപ്പിച്ചെടുത്തു. അപ്പോൾ കരിയാപ്പില നോക്കിയിട്ട് കരിയാപ്പില ഇല്ലായിരുന്നു. അങ്ങനെ ഞാൻ ഉള്ള സാധനമൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് അതിനകത്തേക്ക് താളിച്ചൊഴിച്ചു. അപ്പോൾ വെള്ള ചട്നിയാണ് ഉണ്ടാക്കിയത്. ഈ ചട്നിയും നല്ല ചൂടോടെ നല്ല നെയ് റോസ്റ്റ് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അങ്ങനെ ചട്നിയൊക്കെ പെട്ടെന്ന് തന്നെ റെഡിയാക്കി വെച്ചു. ഇനി നമ്മുടെ അടുപ്പേ വെച്ചേക്കുന്ന പാനിലേക്ക് ചൂടായിരിക്കുക പാൻ, അതിലേക്ക് കുറച്ച് ഉപ്പുവെള്ളം താളിച്ചിട്ട് മാവ് ഒഴിച്ച് നല്ല പോലെ പരത്തിയെടുക്കണം കേട്ടോ, നല്ല പരത്തിയെടുക്കണം. അങ്ങനെ നല്ല പരത്തി അതിനകത്തേക്ക് നെയ്യ് തൂവണം. നെയ്യ് തൂവുന്നതൊന്നും എനിക്ക് വീഡിയോ പിടിക്കാൻ പറ്റിയില്ല. അപ്പോൾ നല്ല ചൂട് നെയ് റോസ്റ്റ് റെഡിയായി. നമ്മുടെ നല്ല കരിമുരാന്നുള്ള നല്ല അടിപൊളി കരിമുരാന്നുള്ള നെയ് റോസ്റ്റാണ്. അപ്പോൾ ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടിപൊളി ബ്രേക്ക്ഫാസ്റ്റാണ് ഇന്നത്തെ. ചട്നിയും വെള്ളച്ചട്നിയും നല്ല നെയ് റോസ്റ്റും. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി വേണ്ടുന്നവർ കമൻറ്റിൽ പറഞ്ഞാൽ മതി, ഞാൻ ഇതിൻ്റെ റെസിപ്പി പറയാം. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. ബൈ ബൈ.